ജോൺസന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഇടവകപ്പള്ളിയിൽ ഈണങ്ങൾ കൊണ്ട് സംഗീതാർച്ചന ഒരുക്കിയ താനേ പൂവിട്ട മോഹം എന്ന പരിപാടി വേറിട്ട അനുഭവമായി മാറി. ജോൺസൺ സംഗീത ലോകത്തേക്ക് ചുവടുവയ്ക്കുകയും ജോൺസന്റെ ഭൗതിക ശരീരം മണ്ണടിയുകയും ചെയ്ത നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലാണ് സംഗീത പരിപാടി അരങ്ങേറിയത്. ഗിന്നസ് സെബാസ്റ്റ്യൻ പ്രിയപ്പെട്ട സംഗീതോപകരണത്തിൽ അദ്ദേഹത്തിന്റെ ഈണങ്ങൾ അവതരിപ്പിച്ചത്. ജോൺസൺ അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവാലയ സെമിത്തേരിയിൽ പുഷ്പാർച്ചന അവതരിപ്പിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കമായത്. ജോൺസണുമായി ദീർഘകാലത്തെ സൗഹൃദമുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംവിധായകൻ കമൽ എന്നിവർ ജോൺസണുമായുള്ള ആത്മബന്ധം പങ്കുവച്ചു. ഗാനഗന്ധർവൻ യേശുദാസ് ഫോണിലൂടെ ചടങ്ങിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്തു. ജോൺസൺ ഈണം നൽകിയ 25ഓളം ഗാനങ്ങളാണ് സെബാസ്റ്റ്യൻ ഗിറ്റാറിൽ അവതരിപ്പിച്ചത്. ചലച്ചിത്ര താരം മാളവിക വെയിൽസ് ഗാനങ്ങൾക്കൊപ്പം ചുവടുവെച്ചു. സ്നേഹം എന്ന ചിത്രത്തിൽ ജോൺസൺ ഈണം പകർന്ന താനേ പൂവിട്ട മോഹം എന്ന ഗാനമായിരുന്നു ആദ്യം അവതരിപ്പിച്ചത്. ഫാദർ ജോൺസൺ ഐനിക്കൽ, യേശുദാസിന്റെ ഹൃദയനാളം പദ്ധതിയുടെ കോർഡിനേറ്റർ ബെന്നി ജോസഫ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോയം മണ്ണൂർ, ജോൺസന്റെ സഹോദരൻ ചാക്കോ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.